ഹായ് മക്കളെ, കിഡ് മാത്സിലേക്ക് സ്വാഗതം. സുഖമല്ലേ നിങ്ങൾക്ക്? നമ്മൾ 9ാം ക്ലാസ്സുകാരുടെ ചാപ്റ്റർ 5 സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നേ. പേജ് 68 നമ്മൾ 6 ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. നമ്മൾ 7ാമത്തെ ചോദ്യം ചെയ്യും. അതുപോലെ തന്നെ ഈക്വൽ കോഡ്സ് എന്നുള്ള സെക്ഷനിൽ നിന്ന് കുറച്ച് ഭാഗവും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ 7ാമത്തെ ചോദ്യം നോക്കിയേ. ഡ്രോ എ സ്ക്വയർ ആൻഡ് എ സർക്കിൾ ത്രൂ ഓൾ 4 vertices. Draw diameters parallel to the sides of the square and draw a polygon joining the endpoints of these diameters and the vertices of the square. എന്നിട്ട് രണ്ട് പിക്ചറും നമുക്ക് എന്നിട്ട് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഒരു സ്ക്വയർ വരച്ചു, ആ സ്ക്വയറിന്റെ 4 വെർട്ടെക്സിൽ കൂടി കടന്നു പോകുന്ന ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തേക്കണേ, രണ്ടാമത്തെ പിക്ചർ ആയപ്പോഴോ ആ സർക്കിളിന്റെ 2 ഡയമീറ്റർ, അതിന്റെ പ്രത്യേകത എന്താണ്? അവർ സ്ക്വയറിന്റെ മിഡ് പോയിന്റിൽ കൂടെ കടന്നു പോണേ പാരലലാണ്. സ്ക്വയറിന്റെ സൈഡുകൾക്ക് പാരലൽ ആയിട്ടുള്ള 2 ഡയമീറ്ററുകൾ വരച്ചിട്ടുണ്ട്. നമ്മളോട് എന്താ തെളിയിക്കാൻ പറഞ്ഞേക്കുന്നേ? പ്രൂവ് ദാറ്റ് ദ പോളിഗൺ ഈസ് എ റെഗുലർ ഒക്ടഗൺ. അതായത് ഇപ്പം നമ്മളവിടെ സർക്കിളിന്റെ ഡയമീറ്റേഴ്സിന്റെ എൻഡ് പോയിന്റ്സും സ്ക്വയറിന്റെ വെർട്ടെക്സും തമ്മിൽ യോജിപ്പിച്ച് വരച്ചിരിക്കുന്ന ആ ഒരു ഒക്ടഗൺ കണ്ടോ? ഒരു ഒക്ടഗൺ കിട്ടും. ഒക്ടഗൺ എന്ന് വെച്ചാൽ എന്താ? 8 വശമുള്ള പോളിഗൺ അല്ലേ, 8 സൈഡുകളുള്ള പോളിഗണിനെ നമ്മൾ വിളിക്കുന്നതാണ് ഒക്ടഗൺ. ആ ഒക്ടഗൺ ഒരു റെഗുലർ ഒക്ടഗൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ റെഗുലർ ഒക്ടഗൺ എന്ന് വെച്ചാൽ 8 സൈഡിന്റെയും നീളം സെയിം തന്നെയായിരിക്കും. അത് നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പിക്ചർ വരയ്ക്കണ്ടേ. അപ്പോൾ നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെയാണ് ഈ കൃത്യം സ്ക്വയറിന്റെ 4 വെർട്ടെക്സിലെയും ടച്ച് ചെയ്ത് സർക്കിൾ വരയ്ക്കാമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. ആദ്യം നിങ്ങൾ ഇതുപോലെ ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, 4 സൈഡ് ഈക്വൽ ആയിരിക്കണം. പിന്നെ എന്താണ്, ഈ 4 വെർട്ടെക്സും 90 ഡിഗ്രി ആയിരിക്കണം കേട്ടോ. ഇങ്ങനെയുള്ളൊരു സ്ക്വയർ നിങ്ങൾ വരയ്ക്കുക. അതിനുശേഷം എന്ത് വരയ്ക്കുക? ഈ ഓരോ സൈഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഇതിപ്പോൾ നിങ്ങളൊരു കൃത്യം അളവെടുത്ത് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പമായിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിത് 10 എടുത്താണ് വരച്ചിരിക്കണേ. അപ്പോൾ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എത്രയിലായിരിക്കും? 5 എന്ന് വരയ്ക്കണം അല്ലേ, 90 ഡിഗ്രിയിലും വരയ്ക്കണം. അപ്പോൾ ഈ വശം വരച്ചു, അതേപോലെ ഈ സൈഡ് വരച്ചു. അപ്പൊ എന്താ സംഭവിക്കട്ടത്? ഈ 2 പേരും പരസ്പരം കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആയിരിക്കും എന്ത് വരാൻ പോകുന്നത്? നമ്മുടെ സർക്കിളിന്റെ സെന്റർ വരാൻ പോകുന്നത്. അതിനുശേഷം എന്ത് ചെയ്യാം? കിട്ടിയ മക്കൾക്ക്? അപ്പൊ അതേ നമ്മുടെ സർക്കിളിന്റെ അകത്ത് കൃത്യം സ്ക്വയർ വരും. നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ ഒന്നുകൂടി ഭംഗിയിൽ വരയ്ക്കാട്ടോ മക്കള്. ആദ്യം ഒരു സ്ക്വയർ വരച്ചു, സ്ക്വയറിന്റെ മിഡ് പോയിന്റിൽ കൂടി സൈഡുകൾ വരച്ചു. ആ മിഡ് പോയിന്റിൽ നിന്ന് ഈ സ്ക്വയറിന്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലേക്കുള്ള ലെങ്ത് റേഡിയസ് ആയിട്ട് എടുത്തൊരു സർക്കിൾ വരച്ചാൽ അതെന്ത് സംഭവിക്കും? സ്ക്വയറിന്റെ 4 മൂലയിലും കൂടി കട്ട് ചെയ്ത് പോകും. ഇനി നമുക്ക് ഇത്രയല്ലല്ലോ ഒക്ടഗൺ കൺസ്ട്രക്ട് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ സ്കെച്ച് എടുക്കാം, ഒക്ടഗൺ കൺസ്ട്രക്ട് ചെയ്യാം. നമ്മൾക്ക് ഈ സർക്കിളിന്റെ അകത്ത് ഇപ്പോൾ ഒരു ഒക്ടഗൺ കിട്ടി. ആ ഒക്ടഗൺ നമുക്ക് എന്ത് പേര് കൊടുക്കാം? A B C D E F G H എന്ന് നമ്മൾ പേര് കൊടുത്തു എന്ന് വിചാരിക്കേ. നമ്മുടെ ഈ സെന്ററിനെ നമ്മൾ O എന്ന് വിളിച്ചു. ഇനി നമ്മൾക്ക് എന്താണ് പേരിടേണ്ടത്? ഈ 2 എണ്ണം തമ്മിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെയും കൂടി ഒരു പേര് കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരുകളൊക്കെ. മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പൊ നോക്കിയേ മക്കള്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവ് ദാറ്റ് ABCDEFGH ഈസ് എ റെഗുലർ ഒക്ടഗൺ. ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഈ ഒക്ടഗൺ ആണ് നമുക്ക് സൈഡ് എണ്ണി നോക്കി അറിയാവുന്ന കാര്യമാണ്. എന്താ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? റെഗുലർ ഒക്ടഗൺ ആണെന്ന്. അതായത് എന്താ, അതിന്റെ ഏത് വശം എടുത്താലും ഒക്ടഗണിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് എഴുതാം. ടു പ്രൂവ് ഒക്ടഗൺ അല്ലെങ്കിൽ ടു പ്രൂവ് ABCDEFGH ഈസ് എ റെഗുലർ ഒക്ടഗൺ. റെഗുലർ ഒക്ടഗൺ ആണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ഒന്നും നമുക്ക് നടത്താനില്ല, അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല. നമ്മൾ ആകെ ഒരു ഭാഗം മാത്രം എടുത്ത് പ്രൂവ് ചെയ്യും. അതായത് 2 സൈഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും, അതുപോലെ ബാക്കി എല്ലാ വശവും ഈക്വൽ ആക്കാം. സിമിലർലി വി ക്യാൻ പ്രൂവ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി.
അപ്പൊ അതിന് വേണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. മിസ് ഇപ്പൊ എടുക്കുന്നത് ഏതാണെന്നറിയോ? BCD. ഇത്രയും ഭാഗം എടുക്കാണ്. BCD. BCDP. ഇത്രയും ഭാഗം എടുത്തിട്ട് നമ്മളത് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് തെളിയിക്കാൻ പോവാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് ഈക്വൽ ആണെങ്കിൽ എന്താണ്? BC ഈക്വൽ ടു CD അല്ലേ? ടു പ്രൂവ് ദിസ് ഈസ് റെഗുലർ ഓക്ടഗൺ മീൻസ് എന്ത് വരും? BC ഈക്വൽ ടു CD ഈക്വൽ ടു DE ഈക്വൽ ടു എക്സെട്ര ഏതുവരെ വരും? AB. ഇങ്ങനെ എല്ലാ വശങ്ങളും ഈക്വൽ ആണെന്നാണ് അപ്പൊ തെളിയിക്കേണ്ടത് നമുക്ക്. BCയുടെ നീളം, CDയുടെ നീളം, DEയുടെ നീളം, EFന്റെ നീളം ഇതെല്ലാം ഈക്വൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്. അതിന് നമുക്ക് ആരെങ്കിലും BC ഈക്വൽ ടു CD എന്ന് തെളിയിച്ചാൽ മതി. സിമിലർലി മറ്റതെല്ലാം തെളിയിക്കാൻ പറ്റും എന്ന് പറഞ്ഞു വെച്ചാൽ മതി. എന്ത് എളുപ്പമല്ലേ കണക്കിൽ, ഇങ്ങനെ കുറെ എളുപ്പം മാർഗങ്ങളില്ലേ. മുഴുവൻ ഒന്നും ചെയ്യണ്ട. രണ്ടെണ്ണം തമ്മിൽ ഒരേപോലത്തെ ആണെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചെയ്തിട്ട് സിമിലർലി എന്ന് പറഞ്ഞ് ബാക്കി എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. ഈ ട്രയാങ്കിൾ എടുക്കാം കേട്ടോ. അപ്പോൾ കൺസിഡർ പ്രൂഫ് തുടങ്ങാണ് നമ്മള്. എന്താണ്? കൺസിഡർ ട്രയാങ്കിൾ BCP ആൻഡ് DCP. BCP എന്നും DCP എന്നുള്ള ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തു. ഇനി അതിൽ നിങ്ങൾ കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? BP ഈക്വൽ ടു ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് തെളിയിക്കാനാണ് പോണേ. അപ്പൊ അറിയാലോ, മൂന്ന് സൈഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. BP ഈക്വൽ ടു PD എന്ന് പറയാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ട്? ഇതൊരു കോഡാണ് അല്ലെ. BD എന്നുള്ളത് കോഡ്. ഈ OP എന്നുള്ളത് എന്താണ്? സെന്ററിൽ നിന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ. അങ്ങനെ ആയതുകൊണ്ട് എന്താണ്? ഇത് സെന്ററിൽ നിന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആണ് എന്നുള്ളത് കൊണ്ട് എന്താണ്? കോഡിനെ ബൈസെക്ട് ചെയ്യും. അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതാം? BP ഈക്വൽ ടു PD. എന്താണ്? പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് bisects the chord. Reason bisects the chord. അപ്പൊ അത് ഈക്വൽ ആണെന്ന് പറയാം. അടുത്തത് എന്താ നമുക്ക് പറയാൻ പറ്റാ? നോക്കിയേ, അടുത്ത ട്രയാങ്കിളിന്റെ ഈ വശം നോക്കിയേ. CP ഈക്വൽ ടു CP അല്ലേ? എന്താണ്? കോമൺ സൈഡ്. CP ഈക്വൽ ടു CP. എന്തുകൊണ്ട്? കോമൺ സൈഡ് ആയതുകൊണ്ട്. അപ്പൊ അത് ഈക്വൽ ആയി. ഇനി എന്താ? ഒരു വശം കൂടെ ഉള്ളൂ. BC ഈക്വൽ ടു CD. അതാണ് നമുക്കിപ്പോൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് അതിപ്പോൾ പറയാൻ പറ്റില്ല. ഇനി രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ പൈത്തഗോറസ് തിയറം വെച്ച് മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആയിരിക്കും കേട്ടോ. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഈക്വൽ ട്രയാങ്കിളിന്റെ തെളിവ് വെച്ച് പറഞ്ഞത് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ട് വശവും അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിളും ഈക്വൽ ആയാൽ മതി അല്ലേ? SAS പോസ്റ്റ്ലേറ്റ് അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പൊ നോക്കിയേ, ഈ ആംഗിൾ സെയിം ആകുമോ നോക്കിയേ മക്കളെ. ഇത് ആകും. 90 ഡിഗ്രി ആണ് രണ്ടുപേരും. കാരണം എന്താ? ഇത് രണ്ടുപേരും 90 ഡിഗ്രി ആണ്. അപ്പൊ പിന്നെ മുകളിലുള്ളവരും 90 ഡിഗ്രി ആയിരിക്കും. ലീനിയർ പെയർ അല്ലേ? ഇത് 90 ആണെങ്കിൽ ഇപ്പുറം 90 വരും. ഇത് 90 ആണെങ്കിൽ ഇപ്പുറം 90 വരും. അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്ത ലൈൻ ആയതുകൊണ്ട് 90 ഡിഗ്രി ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് എന്തും കൂടി പറയാം? ആംഗിൾ BPC ഈക്വൽ ടു ആംഗിൾ DPC ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട്. അപ്പൊ അതും ആയി. therefore അപ്പൊ നോക്കിയേ, രണ്ട് സൈഡും അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിളും രണ്ട് വശവും അതിന്റെ ഉള്ളിൽ വരുന്ന ആംഗിളും തുല്യമാണ്. therefore എന്ത് പറയാം? ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയാം. therefore triangle BPC equal to triangle DCP. hence അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ വശവും ഈക്വൽ എന്നല്ലേ? hence BC equal to CD. hence BC equal to CD. ഇനി നമ്മൾ എന്ത് എഴുതും? സിമിലർലി എന്ന് വേണമെങ്കിൽ സിമിലർലി എഴുതാം. അല്ലെങ്കിൽ സിമിലർലിയുടെ ഷോർട്ട് ഫോം ആണ് 3 വരെ ഇട്ടിട്ട് മോളിൽ RLY എന്ന് എഴുതണം കേട്ടോ. സിമിലർലി we can prove. പോലെ എന്തൊക്കെ പ്രൂവ് ചെയ്യാം? CD ഈക്വൽ ടു DE എന്ന് പ്രൂവ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഈക്വൽ ടു ഇതെന്ന് പ്രൂവ് ചെയ്യാം അല്ലേ? സിമിലർലി we can prove DE ഈക്വൽ ടു EF. പിന്നെ ബാക്കി ഈക്വൽ ടു EF പിന്നെ എന്താണ്? FG ഈക്വൽ ടു HG ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു എന്താണ്? ലാസ്റ്റ് സൈഡ് ഏതാണ്? AB. കാരണം നമ്മൾ BCയിൽ നിന്നല്ലേ തുടങ്ങിയിരിക്കുന്നത്. therefore ലാസ്റ്റ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? AB വരെയും പ്രൂവ് ചെയ്യാം. അത്രയും ചെയ്താൽ മതി. നോക്കി, ഒരു ട്രയാങ്കിൾ എടുത്ത് പ്രൂവ് ചെയ്തിട്ട് ബാക്കിയൊക്കെ
സിമിലർലി പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എഴുതിയാൽ മതി കേട്ടോ. Therefore, A, B, C, D, E, F, G, H is a regular octagon. Okay. അപ്പോൾ പേജ് 68 നമ്മുടെ എക്സസൈസ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ പുതിയ ഭാഗം എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോണേന്ന് അറിയോ? ഈക്വൽ കോഡ്സ്. തുല്യമായിട്ടുള്ള കോഡുകൾ. അതിനുണ്ട് ചില പ്രത്യേകതകൾ. ഈ തുല്യമായിട്ടുള്ള കോഡുകൾക്കൊക്കെ ചില പ്രത്യേകതകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഒന്നാമത് നമ്മൾ കോഡിൻ്റെ പഠിക്കുന്ന പ്രോപ്പർട്ടി നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 71 കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദ കോഡ്സ് അറ്റ് സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ആർ ഓഫ് സെയിം ലെങ്ത്. അതായത് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് നിങ്ങൾ ഈക്വൽ ഡിസ്റ്റൻസ്, അതിപ്പോൾ നിങ്ങൾ 2 സെൻറ്റിമീറ്റർ എന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കും. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ഉള്ളിൽ കേട്ടോ, കോഡ് വരണമെങ്കിൽ ഉള്ളിൽ വരയ്ക്കണമല്ലോ. അപ്പോൾ ഇപ്പം 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ, അതിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു റേഡിയസിലെ സർക്കിളിൽ നിങ്ങളിപ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ എങ്ങോട്ട് ഡിസ്റ്റൻസിൽ 3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾ വരയ്ക്കുന്ന അതായത് ഇപ്പോൾ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ 3 വ്യത്യസ്ത കോഡുകൾ വരച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിന് നമുക്ക് AB, PQ, XY എന്നൊക്കെ പേര് വിളിക്കാം. എന്താ പ്രത്യേകത? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് വരയ്ക്കണം എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കണം. അല്ലാതെ ഇങ്ങനെ ചിരിച്ചൊന്നും വരച്ചാൽ പറ്റില്ല. ഇങ്ങനെ കൃത്യം പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. അല്ലാതെ ഇതിങ്ങനെ വരച്ചിട്ട് ഇതിങ്ങനെ അപ്പൊ ഇതുപോലെ 10 സെന്റിമീറ്റർ എന്ന് വരും, അങ്ങനെ പറയാൻ പറ്റില്ല. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾ എടുക്കുന്നത്, 7 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10, 12, 1 മീറ്റർ, ഒരു പ്രശ്നമില്ല. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഇവിടുന്ന് സെന്ററിൽ നിന്നുള്ളത് എങ്കിൽ കോഡ് അളന്ന് നോക്കേണ്ട കാര്യമില്ല. എന്ത് പറയാം? അതൊക്കെ ഈക്വൽ കോഡുകളായിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈക്വൽ കോഡിൻ്റെ പ്രത്യേകത ആണ് എന്ത്? അവരെല്ലാവരും സെൻറ്ററിൽ നിന്ന് ഒരേ ദൂരത്തിലായിരിക്കും കിടക്കുന്നത്. ഒരേ ദൂരത്തിൽ, സൈഡ് ഒരു വശത്തേക്ക് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ ഈ 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഈക്വൽ കോഡ്സ് എത്ര എണ്ണം വരയ്ക്കാം? ഇഷ്ടം പോലെ വരയ്ക്കാൻ പറ്റും. ഈ ഇങ്ങനെ തന്നെ ഒരു സൈഡിലേക്ക് പാരലൽ ആയിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് നിങ്ങൾ വരയ്ക്കുന്ന എല്ലാ കോഡുകൾക്കും ഒരേ നീളമായിരിക്കും. 10 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുന്ന എല്ലാ കോഡുകൾക്കും ഒരേ നീളമായിരിക്കും. അപ്പം സർക്കിളിൽ നിന്ന് തുല്യ ദൂരത്തിൽ കിടക്കുന്ന, സെൻറ്ററിൽ നിന്ന് തുല്യ ദൂരത്തിൽ കിടക്കുന്ന എല്ലാ കോഡ്സും സെയിം ലെങ്ത് ഉള്ളതാണെന്നുള്ളതാണ് ഈ കോഡുകളെ, ഈക്വൽ കോഡുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ്. ഇനി ഇത് നമ്മൾ തെളിയിച്ച് കാണിക്കണം, വെറുതെ പറഞ്ഞാൽ പോരാ, പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാൻ എളുപ്പാട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാം. നേരെ തന്നെ വരാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല എന്ന് കാണിക്കാനാണ് മിസ് ഒരു കോഡ് ചെരിച്ച് വരച്ചേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ നിങ്ങൾ വരയ്ക്കുക. പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ എന്തായിരിക്കണം? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കണം കേട്ടോ. ഇങ്ങനെ വരയ്ക്കാം. പെർപെൻഡിക്കുലർ ചെരിഞ്ഞിരിക്കുന്ന ലൈനിലേക്ക് 90 ഡിഗ്രിയിലാണ് കോഡ് വരയ്ക്കുക, മറ്റേ ലൈൻ കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യാം? നമുക്ക് ഇവർക്ക് 2 റേഡിയസ് വരയ്ക്കാം. കണ്ടോ? ഈ സർക്കിൾ എന്ന് പറയുന്ന ഈ സിമ്പിൾ ഫിഗറിൽ എന്തൊക്കെ കാര്യങ്ങളല്ലേ ഒളിഞ്ഞു കിടക്കണത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടിയില്ലേ? നമ്മുടെ കോഡുകൾ ABയും PQവും ആണെന്ന് വിചാരിക്കാം. സെന്ററിനെ നമ്മൾ O എന്ന് വിളിച്ചു. ഇത് ഇവരിവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ M എന്നും N എന്നും വിളിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ കിടക്കുന്നത്. നമുക്ക് എന്താ തെളിയിക്കേണ്ടത്?
കോഡ്സ് അറ്റ് സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ. അപ്പൊ സെയിം ഡിസ്റ്റൻസ് എന്നുള്ളത് ഇവിടെ തന്നിരിക്കുന്ന കാര്യമാണ്. ഇത് സെയിം ഡിസ്റ്റൻസ് ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആർ ഈക്വൽ. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ട കാര്യം, ഈക്വൽ ആണെന്നുള്ളത്. അതായത് ടു പ്രൂവ് എന്താണ് തെളിയിക്കേണ്ടത്? ടു പ്രൂവ് എ ബി ഈക്വൽ ടു പി ക്യു. എ ബിയും പി ക്യൂവും തുല്യമാണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നടത്തിയിരിക്കുന്ന കൺസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതാം. എന്തൊക്കെയാണ്? ജോയിൻ ഒ പി ഒ എ ഒ എം ഒ എൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമ്മളോട് തന്നിരിക്കുന്ന നിർദ്ദേശം എന്താ? സെയിം ഡിസ്റ്റൻസ് ആണെന്നുള്ളത് ഗിവൺ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഒ എൻ ഈക്വൽ ടു ഒ എം തന്നിരിക്കുന്ന കാര്യല്ലേ? അപ്പൊ ബ്രാക്കറ്റിൽ ഗിവൺ. ഇനി നമുക്ക് എന്തറിയാം? ഈ ഒ പി ഈക്വൽ ടു ഒ എ എന്ന് പറഞ്ഞൂടെ? എന്തുകൊണ്ട് പറയാം? രണ്ടുപേരും റേഡിയസ് ആണ്. ഒ പി ഈക്വൽ ടു ഒ എ. എന്തുകൊണ്ടാണ് ബ്രാക്കറ്റിൽ എഴുതാൻ? എന്താണ്? റേഡിയൈ. രണ്ടുപേരും റേഡിയസുകളാണ്. അപ്പൊ അവരും ഈക്വൽ ആണ്. ഇനി നമുക്ക് ഏത് വശമാണ് അപ്പൊ തുല്യമാണെന്ന് കാണിക്കേണ്ടത്? ഈ സൈഡ് ട്രയാങ്കിളിന്റെ ഈ വശം തുല്യമാണെന്ന് എടുത്തു, ഈ വശം തുല്യമാണെന്ന് എടുത്തു, ഇത് ശരിയാണെന്ന് കിട്ടി, ഇത് ശരിയാണെന്ന് കിട്ടി. അപ്പൊ അത് വെച്ചിട്ടുള്ള ട്രയാങ്കിൾ നോക്കിയേ മക്കളപ്പോ ഏതൊക്കെയാണ്? therefore അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടിയ? ഒ എൻ ഈക്വൽ ടു ഒ എം ഗിവൺ കണ്ടീഷൻ, ഒ പി ഈക്വൽ ടു ഒ എ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ മക്കളെ? പി എം ഈക്വൽ ടു എ എൻ എന്നാ പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഈ രണ്ട് വശങ്ങൾ ഈക്വൽ ആണെന്ന് കിട്ടി. നോക്കിയേ, ഈ പി എം എന്ന് പറയുന്നത് എന്താ? ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? കൺസിഡർ ഒ എം പി ആൻഡ് ഒ എൻ. ഇവ രണ്ടുപേരുടെയും പ്രത്യേകത എന്താ? റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. കാരണം എന്താ? ഇത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമ്മൾ പി എം അപ്പൊ പൈത്തഗോറസ് തിയറം ഉപയോഗിക്കാമല്ലോ. നമുക്ക് എന്ത് എഴുതാം? പി എം സ്ക്വയർ ഈക്വൽ ടു, പി എം എന്താ വരുന്നത്? ഓൾട്ടിറ്റ്യൂഡ് അല്ലേ വരുന്നത്? നോക്കിയോ നിങ്ങൾ, പി എം ഇങ്ങനെ എടുത്ത് വരയ്ക്കുമ്പോ നോക്കിയേ, ഇവിടെ അല്ലേ 90 ഡിഗ്രി ഫോം ചെയ്തിരിക്കുന്നത് എമ്മില്. ഇത് പി, ഇത് ഒ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓൾട്ടിറ്റ്യൂഡ് ആണ്. മറ്റേതിന്റെ എടുത്ത് വരയ്ക്കുമ്പോ അങ്ങനെ തന്നെയല്ലേ? ഇത് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടായിരിക്കുന്നത് എൻ എന്ന് പറയുന്ന പോയിന്റിൽ, ഇത് ഒ എന്നുള്ള പോയിന്റ്, ഇത് എ എന്നുള്ള പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പി എം സ്ക്വയർ ഈക്വൽ ടു എന്ത് എഴുതാം? പി എം സ്ക്വയർ ഈക്വൽ ടു പി എം സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് വരും അല്ലെ? മൈനസ് ബേസ് സ്ക്വയർ ഏതാണ്? പൈത്തഗോറസ് തിയറം. പൈത്തഗോറസ് തിയറം അത് വെച്ചിട്ട് ബേസ് സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് വന്നു. ഹൈപ്പോട്ടന്യൂസ് എന്തായിരുന്നു ഇവിടുത്തെ? ഒ പി സ്ക്വയർ മൈനസ് ബേസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒ എം അല്ലെ? അപ്പൊ മൈനസ് ഒ എം സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കിയേ, ഈ ഒ പി ആർക്ക് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഒ എക്ക്. അപ്പൊ നമുക്ക് ഒ പിക്ക് വരെ ഒ എൻ എഴുതി കൂടെ? അപ്പൊ ഒ എന്ന് എഴുതി മൈനസ്, ഇനി ഒ എം ആരോട് ഈക്വൽ ആണ്? ഒ എന്നിനോട്. അപ്പൊ നമുക്ക് ഈ ഒ എം എന്നുള്ളതിന് വരെ ഒ എൻ എന്ന് എഴുതി കൂടെ? അപ്പൊ അതിന് വരെ ഒ എൻ എന്ന് എഴുതി വിച്ച് ഈസ് ഈക്വൽ ടു, അങ്ങനെ ചെയ്തു വന്നപ്പോ നമ്മളിപ്പോ ഈ ട്രയാങ്കിളിന്മേൽ തുടങ്ങിയതാണ്. ഇപ്പൊ എവിടെ എത്തിക്കണേ? രണ്ടാമത്തെ ട്രയാങ്കിളിൽ എത്തി. നോക്കിയേ നിങ്ങള്, ഒ എ സ്ക്വയർ മൈനസ് ഒ എൻ സ്ക്വയർ. അത് ഏതിന്റെ നീളാണ് വരിക? അപ്പൊ ഒ എ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ത് വരും? എ എൻ എന്നല്ലേ വരാ? ഈ വശമല്ലേ വരാ? ദാറ്റ് ഈസ് ഈക്വൽ ടു എ എൻ സ്ക്വയർ. therefore ഇപ്പൊ എന്ത് കിട്ടി നമുക്ക്? വിച്ച് ഇംപ്ലൈസ് പി എം സ്ക്വയർ ഈക്വൽ ടു എ എൻ സ്ക്വയർ എന്ന് കിട്ടി. അതിൽ നിന്ന് എന്ത് പറയാം? ഇവരുടെ സ്ക്വയറുകൾ തമ്മിൽ ഈക്വൽ ആണെങ്കിൽ നമ്പറുകൾ തമ്മിൽ നീളമാണ് കേട്ടോ, അല്ലെങ്കിൽ രണ്ട് കേസ് വരും. പി എം ഈക്വൽ ടു എ എൻ. അപ്പൊ പി എം സ്ക്വയർ ഈക്വൽ ടു എ എൻ സ്ക്വയർ ആണെങ്കിൽ എന്ത് വന്നു? പി എം ഈക്വൽ ടു എ എൻ എന്ന് വന്നു. പി എം ഈക്വൽ ടു എ എൻ. നമുക്ക് അപ്പോഴും മുഴുവനായിട്ടില്ല. എന്താ വേണ്ടത്? നമുക്ക് പി ക്യു ഈക്വൽ ടു എ ബി എന്നാ പ്രൂവ് ചെയ്യണ്ടേ. പക്ഷെ പി എം ഈക്വൽ ടു എ എൻ എന്നുള്ളതിൽ നിന്ന് പി ക്യു ഈക്വൽ ടു എ ബി എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ചേ. പറയാൻ പറ്റും. എന്തുകൊണ്ട്? നമുക്കറിയാം ഈ പി എം ആരാണ്? കൃത്യം പകുതിയാണ്. ആരുടെ? പി ക്യുവിന്റെ. കാരണം എന്താ? സർക്കിളിന്റെ സെന്ററിൽ നിന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ കൃത്യം നേർപകുതിയായിട്ടാണ് കട്ട് ചെയ്യുക. അപ്പൊ ഇത് നമ്മൾ പെർപെൻഡിക്കുലർ അല്ലേ വരച്ചിരിക്കുന്നേ? അപ്പൊ പി എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് പി ക്യു.
AN എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് AB, which implies PM എന്തായിരുന്നു? ഹാഫ് PQ. അതേപോലെ AN എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് AB. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? PQ ഈക്വൽ ടു AB എന്ന് കിട്ടും, which implies PQ ഈക്വൽ ടു AB. അപ്പൊ ഇവിടെ നിങ്ങൾ എന്താ ഒരു കണ്ടീഷൻ എഴുതേണ്ടത്? പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്ട്സ് ദ കോഡ് എന്ന് എഴുതണം കേട്ടോ. ഹാഫ് PQ ഈക്വൽ ടു ഹാഫ് AB യുടെ നേരെ എന്ത് എഴുതണം? പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റിയേ. മനസ്സിലായല്ലോ അല്ലേ? ആ കണ്ടീഷൻ മിസ് ഇവിടെ എഴുതിയിട്ടില്ല, ബാക്കിയൊക്കെ എഴുതിയിട്ടുണ്ട്. റൂൾ എളുപ്പല്ലേ? ആദ്യം രണ്ട് കോഡ് വരച്ചു, ഈക്വൽ ഡിസ്റ്റൻസിലാണെന്ന് പറയാണ്, അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് എടുത്ത് തന്നെ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ വരയ്ക്കുക അതിലേക്ക്. അതേപോലെ റേഡിയസുകൾ തമ്മിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അപ്പോൾ രണ്ട് ട്രയാങ്കിൾ കിട്ടും. ആ രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ ട്രയാങ്കിളുകളാണെന്ന് നമ്മൾ തെളിയിച്ചു. ഇനി ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഈക്വൽ സൈഡ്സ് ആയിരിക്കും. നമ്മൾ ഈക്വൽ ട്രയാങ്കിൾ എടുത്തില്ല, രണ്ട് വശം എടുത്തു. എന്നിട്ട് പൈത്തഗോറസ് തിയറം വെച്ചിട്ട് ബാക്കി തെളിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാം. ഇനി ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് തെളിയിച്ചുകൊണ്ട് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ വരുമ്പോൾ ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് വരും, അങ്ങനെ വേണമെങ്കിലും പറയാം. ഇതിൽ നിന്ന് തന്നെ വരും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏതാണ്? എക്സസൈസ്. അടുത്ത എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് 72-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ നേരെ റിവേഴ്സ് ആണ് അവിടെ പറയുന്നത്. ഈ ചുപ്പം നമ്മൾ ചെയ്ത ചോദ്യത്തിൻ്റെ നേരെ റിവേഴ്സ് ഫോം. അവിടെ എന്താ തന്നിരിക്കണേ? പ്രൂവ് ദാറ്റ് ദ കോഡ്സ് ഓഫ് സെയിം ലെങ്ത് ഇൻ എ സർക്കിൾ ആർ അറ്റ് സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ സർക്കിൾ. നേരെ തിരിച്ച് ഈക്വൽ കോഡ്സ് ഉണ്ടെങ്കിൽ അത് ഈക്വൽ ഡിസ്റ്റൻസിലാണെന്ന് തെളിയിക്കണം. ഇപ്പം നമ്മൾ ചെയ്ത എന്തായിരുന്നു? ഈക്വൽ ഡിസ്റ്റൻസിലുള്ള കോഡുകൾ ഈക്വൽ ആണെന്നാണ് തെളിയിച്ചത്. ഇതിൻ്റെ നേരെ റിവേഴ്സ് എന്താണ്? ഈക്വൽ കോഡ്സ് ആണെങ്കിൽ അത് സർക്കിളിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണെന്നും തെളിയിക്കണം. ഇങ്ങനെ പാരലൽ ആയിട്ട് തന്നെ കോഡ് വരയ്ക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ചെരിച്ചോ നൂർത്തി എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. ഈക്വൽ കോഡ്സ് ആയിരിക്കണം എന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ AB എന്ന് പേര് കൊടുത്തു, ഇതിനെ XY എന്ന് പേര് കൊടുത്തു, സെന്ററിനെ നമ്മൾ O എന്ന് വിളിച്ചു, ഇത് CD എന്ന് വിളിച്ചു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് റേഡിയസ് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ വരയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? ഈ സെന്റർ ഓയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരവും ഈ സെന്റർ ഓയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരവും സെയിം ആണെന്ന് തെളിയിക്കണം. എന്താ നമുക്കിവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ? ഈക്വൽ ലെങ്ത് ആണ് കോഡിനെന്ന് തന്നിട്ടുണ്ട്. വിച്ച് ഇംപ്ലൈസ് എന്താണ്? XY ഈക്വൽ ടു AB. രണ്ട് കോഡിന്റെ നീളം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് എഴുതാം. OC ഈക്വൽ ടു OD. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ട കാര്യം. കോഡ്സ് ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ. അതായത് OC ഈക്വൽ ടു OD എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ നടത്തിയ കൺസ്ട്രക്ഷൻ എന്താണ്? കൺസ്ട്രക്ഷൻ ജോയിൻ OX ആൻഡ് OA ഇതാണ് നമ്മൾ നടത്തിയിരിക്കുന്ന കൺസ്ട്രക്ഷൻ. അപ്പൊ നമുക്ക് പ്രൂഫിലേക്ക് കിടക്കാലോ. അപ്പൊ ആദ്യം തന്നെ നോക്കിയേ, നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ? XY ഈക്വൽ ടു AB. ശരിയല്ലേ? തന്നിരിക്കുന്ന കാര്യം അല്ലേ? ടു കോഡ്സ് XY ഈക്വൽ ടു AB. എവിടെയാണ് തന്നിരിക്കുന്നത്? Q1 ആണ്. ഈക്വൽ ലെങ്ത് ആണ് കോഡ്സിന് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പൊ XY ഈക്വൽ ടു AB എന്ന് പറയാം. വിച്ച് ഇംപ്ലൈസ് ഇതിൽ നമുക്ക് എന്ത് പറയാം? XC ഈക്വൽ ടു AD എന്ന് പറയാൻ പറ്റില്ലേ? XC ഈക്വൽ ടു AD എന്ന് ഇതിൽ നിന്ന് പറയാം. പറ്റുമോ? പറ്റും. എന്തുകൊണ്ടാണ്? പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്ട്സ് ദ കോഡ് അല്ലേ? ഈ OCയും ODയും സെന്ററിൽ നിന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലറുകളാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് കോഡിനെ കറക്റ്റ് ആയിട്ട് ബൈസെക്ട് ചെയ്യും. അപ്പൊ XC ഈക്വൽ ടു XD. എന്താണ് കാരണം? പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. ബൈസെക്ട്സ് ദ കോഡ്. അതുകൊണ്ട്
ഇവരും ഈക്വൽ ആണെന്ന് പറയാം. എക്സ് ഡി ഈക്വൽ ടു എക്സ് സി ഈക്വൽ ടു എ ഡി, അത് ഈക്വൽ ആണ്. പിന്നെ ഇനി നമുക്ക് ആരാ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുന്നത്? എക്സോ ഈക്വൽ ടു ഒ എ, എക്സോ ഈക്വൽ ടു ഒ ഇ, ശരിയല്ലേ? എന്തുകൊണ്ടാ? റേഡിയൈ ഓഫ് ദ സെയിം സർക്കിൾ. മൂന്നാമത്തെ കാര്യം എക്സോ ഈക്വൽ ടു ഒ എ, കാരണം എന്താണ്? റേഡിയൈ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട വശം ഏതാ മക്കളെ? ഒ സി അല്ലെ? ഒ സി ഈക്വൽ ടു, നോക്കിയ മുമ്പേ നമ്മൾ ചെയ്ത പോലെ തന്നെയല്ലേ, ഇത് പൈത്തഗോറസ് തിയറം വെച്ച് ചെയ്യാലോ. ഒ സി സ്ക്വയർ ഈക്വൽ ടു ഒ സി സ്ക്വയർ, ഏതാണ് ഇതിലെ ഹൈപ്പോട്ടന്യൂസ് വരുന്നത്? എക്സോ അല്ലെ? എക്സോ സ്ക്വയർ മൈനസ് സി എക്സ് സ്ക്വയർ അല്ലെ? എക്സ് സി സ്ക്വയർ, എക്സ് ഒ സ്ക്വയർ മൈനസ് എക്സ് സി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഈ എക്സ് ഒ എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കാം? എക്സ് ഒ എന്നുള്ളതിന് പകരം അതിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ എക്സ് ഒയ്ക്ക് പകരം എന്ത് കൊടുക്കാം? ഒ എ. അപ്പോ ഒ എ സ്ക്വയർ മൈനസ് എക്സ് സി എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കാം? എ ഡി. മുമ്പേ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ പ്രൂഫ്. എ ഡി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇപ്പൊ നോക്കിയേ, ഒ എ സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ. ഒ എ സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിളിൽ എത്തി അല്ലേ? മുകളിലെ ട്രയാങ്കിളിൽ തുടങ്ങി താഴത്തെ ട്രയാങ്കിളിൽ എത്തി. അതിൽ ഒ എ സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ നീളാണ്? ഒ ഡി സ്ക്വയറിന്റെ നീളാണ് പൈത്തഗോറസ് തിയറം വെച്ച്. അപ്പൊ ഇതിന് പകരം എന്ത് കൊടുക്കാം? ഒ ഡി സ്ക്വയർ. അപ്പൊ ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? ഒ സി സ്ക്വയർ ഈക്വൽ ടു ഒ ഡി സ്ക്വയർ. അതിന്റെ അർത്ഥം എന്താ? ഒ സി ഈക്വൽ ടു ഒ ഡി. ഹെൻസ് പ്രൂവ്. ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നേ. ഹെൻസ് പ്രൂവ്. എന്താ നമ്മൾ പ്രൂവ് ചെയ്തത് ഇപ്പോ? എക്സ് വൈ എ ബി ഈ രണ്ട് കോഡുകൾ ഈക്വൽ ലെങ്ത് ആണെങ്കിൽ അവർക്ക് സെന്ററിൽ നിന്നുള്ള ദൂരവും ഈക്വൽ ആയിരിക്കും. അതാ തെളിയിച്ചത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ബെൽ ബട്ടൺ അമർത്താണെങ്കിൽ മിസ് എടുക്കുന്ന ക്ലാസ്സുകളിലേക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടും കേട്ടോ. താങ്ക് യു.